ദൈവനാമം മഹത്വപ്പെടട്ടെ. എൻ്റെ പേര് ശ്രീകുമാർ. ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു. ഞാനൊരു പെന്തക്കോസ്ത് വിശ്വാസിയായിരുന്നു. 2022 8-ാം മാസം 10-ാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത്. കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാനുള്ള ഭാഗ്യമുണ്ടായി. കാരണം 2-3 വട്ടം കൃപാസന പത്രം കിട്ടിയെങ്കിലും ഞാൻ 2 വട്ടം ആദ്യം അത് കിട്ടിയെങ്കിലും ഞാൻ അതിനെ അങ്ങനെ അംഗീകരിച്ചില്ല. കാരണം പെന്തക്കോസ്തുകാർക്ക് മാതാവില്ല. ആ ഒരു ട്രെയിനിങ്ങിലാണ് ഞാൻ. എങ്കിലും ഞാൻ ദൈവത്തെ അറിഞ്ഞുകൊണ്ട്, കർത്താവിനെ അറിഞ്ഞുകൊണ്ട് മോശപ്പെട്ടൊന്നും പറഞ്ഞിട്ടില്ല. മറ്റുള്ളവർ പറയുന്ന പോലെ ദൈവം അതിന്, പക്ഷേ എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജീവിതത്തിൽ പ്രതികൂലങ്ങൾ ഒത്തിരി വന്നു. സഭയിൽ പോകുമ്പോൾ തന്നെ, പെന്തക്കോസ്ത് വിശ്വാസത്തിൽ പോകുമ്പോൾ തന്നെ ലാസ്റ്റ് സമയം, ആ സമയത്താണ് ഇവിടെ വരുന്നത്. എല്ലാം തകർന്ന ഒരവസ്ഥ, ഒരു കാര്യവും നടക്കാതെ വന്ന ജീവിതത്തിൽ എനിക്ക് ഫാമിലി ഡിവോഴ്സായി. ആ സമയത്ത് അവരെല്ലാം എന്നെ തള്ളി പറഞ്ഞു. അതുപോലെ നിങ്ങൾക്കറിയാം, അക്രൈസ്തവനായിട്ടുള്ള ഒരാൾ ക്രിസ്ത്യൻ വിശ്വാസത്തിൽ വരുമ്പം എന്തുമാത്രം പ്രതികൂലം വരുമെന്ന്. ഞാനൊരു ഹിന്ദു നായർ സമുദായത്തിൽ നിന്നായിരുന്നു. അങ്ങനെ ജീവിച്ച് വരുന്ന സമയത്താണ് പ്രതികൂലങ്ങൾ ഒത്തിരിയായി. എൻ്റെ വീടിന് നേരെ കല്ലേറ്, മോശപ്പെട്ട വാക്കുകൾ എന്നെ വിളിക്കുന്നു. എൻ്റെ അമ്മ മരിച്ചപ്പോൾ പോലും എനിക്ക് സ്വസ്ഥത തന്നില്ല. അങ്ങനെ വന്ന് എൻ്റെ കുടിവെള്ളം ടാങ്കിനകത്ത് ഈ മലിനമാക്കി കളഞ്ഞ്, അങ്ങനെ വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ നിന്ന് ഞാൻ എന്ത് ചെയ്യും എൻ്റെ കർത്താവേ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ഒരു വചനം തന്നു. ഞാൻ എൻ്റെ ആടുകളെ ഇടയന്മാരെ ഏൽപ്പിച്ചു, അവരതിനെ പരിപാലിച്ചില്ല. കൂട്ടം തെറ്റിയതിനെ ചേർത്ത് പിടിച്ചില്ല, മുറിവ് പറ്റിയതിനെ പരിപാലിച്ചില്ല. അതുകൊണ്ട് ഞാൻ ആ ആടുകളെ ഞാൻ പരിപാലിക്കും. അതുപോലെ വചനം തന്നത്, ഞാൻ വേറെ ഇടയന്മാർ, നിനക്കൊരിടയനെ ഏൽപ്പിക്കും, നിന്നെ ഒരു ഇടയനെ ഏൽപ്പിക്കും, ആ ഇടയൻ നിന്നെ ഞാൻ ഉപദേശിച്ച് തരുമെന്നും. അങ്ങനെയാണ് ഇവിടെ ഞാൻ വന്നത്. അത് പിന്നെ എനിക്ക് മനസ്സിലായി, കർത്താവിനെ ഇത്രയും കാലം നടത്തുന്നത് അത്ഭുതകരവും അതിശയകരമായിട്ടാണ്. അങ്ങനെ വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു. ഞാൻ സത്യം പറഞ്ഞ ഒരു സഹോദരൻ, ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു അയലോക്കോ അല്ല, തൊട്ടടുത്ത് ഉള്ള പുള്ളിക്കാരൻ എനിക്ക് കൃപാസന പത്രം തന്നു. ഞാൻ പറഞ്ഞാൽ ഇത് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി. ആ വീട്ടിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞ് ഞാൻ അന്ന് ജിമ്മിൽ പോകുമായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ കൊണ്ട് വെച്ച് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതെടുത്ത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എനിക്കങ്ങ് കരച്ചിൽ വന്നു. അതായത് നമ്മുടെ ആരെങ്കിലും വേണ്ടപ്പെട്ടൊരു മരിച്ചു പോകുമ്പോൾ അത്രയും അലമുറയിടും, അത്രയ്ക്ക് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ വീട്ടിൽ, ആരും കാണാൻ. ഞാൻ കരഞ്ഞ് ഞാൻ ദൈവത്തോട്, മാതാവിനോട് പറഞ്ഞു, ക്ഷമ ചോദിച്ചു. എനിക്കറിയില്ല എന്താ പറയുന്നത്, ഉള്ളിൽ നിന്ന് വന്നതാണ്. ഞാൻ പറഞ്ഞു, മാതാവേ എനിക്കറിയില്ലായിരുന്നു, എന്നോട് ആരും പറഞ്ഞു തന്നില്ല നിൻ്റെ മഹത്വം. അങ്ങനെയാണ് പറഞ്ഞത്. ഇത് വായിച്ച് മൊത്തം കേട്ടില്ല. അങ്ങനെ കരഞ്ഞു. 3 ദിവസം 3-ാം വട്ടം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കുമ്പോൾ ഇവിടെ ഒന്നുമില്ല, ഞാൻ കരച്ചില്ല. എനിക്കറിയില്ല എന്നിലുള്ള പാപങ്ങളെല്ലാം പോകുന്നതെന്ന് ഞാൻ പിന്നെ മനസ്സിലാക്കിയത്. എന്നിലുള്ള അഹന്ത അല്ലെങ്കിൽ ഇതെല്ലാം ദൈവം കഴുകിക്കളഞ്ഞു. ഞാൻ വന്ന് അവിടെ ഉടമ്പടി എടുത്ത് മാതാവിൻ്റെ രൂപം എടുക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. അതും എനിക്ക് ദൈവം തന്ന അത്ഭുതം. കാരണം മാതാവില്ല എന്ന് പറഞ്ഞ എന്നെ മാതാവ് ചേർത്ത് പിടിച്ച് നടത്തി. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ജോലിയില്ലാതെ ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു, ജോലിയില്ല. അതുപോലെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, കടമുണ്ടായിരുന്നു സൊസൈറ്റിയിൽ. അപ്പോൾ അത് ബൾക്കായിട്ട് എമൗണ്ട് വീട്ടാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല, ജോലിയില്ലാതിരിക്കുക. ആഹാരത്തിന് നമ്മൾ ഇങ്ങനെ ദൈവം നടത്തുന്നു, അത്രയാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് എന്നെ ദൈവം അത്ഭുതകരമായിട്ടൊരു ജോലി തന്നത്. 2-ാമത്തെ ആഴ്ച ഞാൻ ഉടമ്പടി എടുത്ത് 2-ാമത്തെ ആഴ്ച ഒരു ജോലി തന്ന് അനുഗ്രഹിച്ചു. മാതാവ് എന്നെ എന്താ പറഞ്ഞ അത്ഭുതമാണ്. കാരണം അതിനു മുമ്പേ പരിശുദ്ധാത്മാവിൽ എന്നോട് പറഞ്ഞു, നീ ഒരു പ്രായമുള്ള ആളെ, ഒരു വയോധികനെ നോക്കുവാൻ, അതായത് ഒരു ഹോം നേഴ്സ് പോലെ. ഞാൻ ആ തകർന്നിരിക്കുന്ന അവസ്ഥ, എനിക്ക് ആരെയും ഫേസ് ചെയ്യാൻ വയ്യ. കാരണം ഭാര്യയൊക്കെ പോയി, കുഞ്ഞു പോയി. അങ്ങനെ നിൽക്കുമ്പോൾ എല്ലാവരോടും മുഖത്ത് നോക്കാനും ആൾക്കാർ പലതായി ചോദിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഒറ്റപ്പെട്ട ജീവിതമാണ്. അപ്പോൾ ഞാൻ പറയും, കർത്താവേ ഞാൻ എന്ത് ചെയ്യും, എങ്ങോട്ട് പോകും, എനിക്ക് പോകാൻ ഒരിടമില്ലല്ലോ, നീ എന്നെ പരിപാലിക്കണം. എന്നെ ഇവിടെ നിൽക്കാൻ വയ്യ, നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ തകർന്നിരിക്കുമ്പോൾ ദൈവം എന്നോട് പരിശുദ്ധാത്മാൻ പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞു, നിനക്കൊരിടം ഒരുക്കിയിട്ടുണ്ട്, നിന്നെ ഞാൻ പ്രായമുള്ള ആളെ നോക്കുന്ന ഒരാൾ, വൃദ്ധനായ. എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വന്നു. ഞാൻ പറഞ്ഞു, ഒറ്റയ്ക്ക് എവിടെയെങ്കിലും നിന്ന് പ്രായമുള്ള ആളെ നോക്കുന്ന ശല്യമില്ലല്ലോ. അങ്ങനെ വന്ന് ദൈവം അത് തന്നെ തന്നു. മാതാവിൻ്റെ കൃപയാൽ അങ്ങനെ ഒരു ജോലി തന്നു. പുള്ളി കടപ്പുരോഗിയല്ല, ഹോം നേഴ്സ് എന്ന പേരേ ഉള്ളൂ. ആ വീട്ടിൽ എല്ലാ കാര്യങ്ങളും പുള്ളി ഒറ്റയ്ക്കാണ്, മക്കളുള്ള പുറത്താണ്. അപ്പോൾ അങ്ങനെ നോക്കാം, അതും പുള്ളി ഒരു അക്രൈസ്തവനാണ്. എന്നെ അവിടെ നിർത്തിയത്, ക്രിസ്ത്യാനിയുടെ വീട്ടിലല്ല. അപ്പോൾ എന്നെ പഠിപ്പിക്കുകയാണ് എല്ലാം ദൈവം. അങ്ങനെ ഉടമ്പടി എനിക്ക് ഒരു ദിവസം പോലും മുടക്കമില്ലാതെ മുന്നോട്ട് പോകാൻ ആ ജോലി തന്നതുകൊണ്ടാണ് കഴിഞ്ഞ്. കാരണം ഞാൻ ഹോട്ടൽ സൂപ്പർവൈസറായിട്ട് എറണാകുളത്ത് പറയും, ഹോട്ടൽ ഫീൽഡായിരുന്നു വർഷങ്ങളായിട്ട്. അപ്പോൾ ആ ജോലിക്ക് വീണ്ടും പോയാൽ എൻ്റെ സമയങ്ങളൊക്കെ തെറ്റും, ഉടമ്പടി ഒന്നും പ്രാർത്ഥന നടക്കത്തില്ല, വൈകിട്ടത്തെ പ്രാർത്ഥനയും പോകും. അപ്പം ദൈവം പ്ലാൻ ചെയ്ത്, ഞാൻ ചോദിച്ചു ഈ ജോലിയാണോ മുന്നോട്ട് എന്ന് പറഞ്ഞപ്പം ദൈവം എനിക്ക് ഉറപ്പ് തന്ന് ഉടമ്പടി കണ്ടിന്യൂ ചെയ്യാൻ. അപ്പോൾ അങ്ങനെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയിലൊന്നും മുടങ്ങാതിരുന്നു. ദൈവം എന്നെ ഉണർത്തി. മാതാവിൻ്റെ ഒത്തിരി ദർശനങ്ങൾ, ഈശോയുടെ ദർശനങ്ങളുമുണ്ട്. അത് സമയക്കുറവ് കൊണ്ട് ഞാൻ പറയുന്നില്ല, ഈ അടുത്ത സാക്ഷ്യത്തിൽ അത് പറയും. എൻ്റെ
ആദ്യമായിട്ട് എനിക്ക് ജോലി തന്ന് അനുഗ്രഹിച്ചു അമ്മ. അതുപോലെ എൻ്റെ കടഭാരം ആ സൊസൈറ്റിക്കാർ ഞാൻ പ്രാർത്ഥിച്ചു, അവരുടെ വായടയ്ക്കണം, അവരെന്തെങ്കിലും മോശപ്പെട്ട് പറഞ്ഞാൽ തകർന്നു പോകും. പക്ഷേ അവരെന്നെ വിളിച്ച് ജോലി ചെയ്ത് ശമ്പളം കിട്ടുന്നതിൻ്റെ തലേ ദിവസം എന്നെ വിളിച്ച് എന്താണ് എൻ്റെ പേര് ശ്രീകുമാർ എന്തു പറ്റി എന്ന് ചോദിച്ചു. ഇങ്ങോട്ട് സൗമ്യമായിട്ടാണ് ചോദിക്കും. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പൈസ കൊണ്ട് തരാം. ഞാൻ പറയുന്ന ഡേറ്റിനും മുമ്പേ എനിക്ക് ശമ്പളം കിട്ടി. അവിടെ കൊണ്ടുവന്ന് അവർ പറഞ്ഞ് തവണയായിട്ട് അടയ്ക്കാം. തവണ കൂട്ടി തന്നു. സുഖമായിട്ട് ആ കടങ്ങളെല്ലാം വീട്ടിൽ തന്ന് ദൈവം എന്നെ മാതാവിനെ അനുഗ്രഹിച്ചു. അങ്ങനെ ഇപ്പോൾ അതിൽ അത്ഭുതം എന്താണെന്നറിയാം, ആ സൊസൈറ്റിയിലെ മാനേജർ ഇപ്പോൾ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അത് വലിയൊരു അത്ഭുതമാണ്. പുള്ളി ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. പക്ഷേ അത് ദൈവം അവരെ കമ്മ്യൂണിസ്റ്റുകാരനെ ദൈവത്തെ മാതാവിനെ അറിയാനുള്ള ഇടവരുത്തി. അതൊരു വലിയ അത്ഭുതമാണ്. മാതാവ് പിന്നെയും എൻ്റെ വലത് കൈക്ക് ഞാനൊരു തെറ്റ് ചെയ്തു. എന്ത് തെറ്റെന്ന് പറഞ്ഞാൽ എൻ്റെ മിസ്റ്റേക്ക്. ഞാൻ എല്ലാവരെയും സാക്ഷ്യം കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ദിവസം ഈ വൈകിട്ട് ഉടമ്പടി പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഈ തൈലം കൊണ്ട് എനിക്കായിട്ടൊന്നും ഗുണമൊന്നും എനിക്കൊന്നും തോന്നിയിട്ടില്ല, ഞാനൊന്നും പരട്ടുന്നില്ല, അപ്പോൾ എനിക്ക് പ്രയോജനമില്ല. അങ്ങനെ പ്രാർത്ഥിച്ചു. അന്നേരം എൻ്റെ ഇടനെഞ്ചിന് ഭയങ്കര വേദന വന്ന് ശരീരം തളർന്നു, ഒരു അറ്റാക്ക് വരുന്ന പ്രതീതിയാണ്. അപ്പം പറഞ്ഞു കേട്ടുള്ള അറിവില്ല നമ്മൾക്ക്. കൈ തളർന്നു, കാല് തളർന്നു, ശരീരം മൊത്തം ഇത് വെള്ളം കുടിക്കണം, പരവേശം ബോധക്കേട് പോലെ. അപ്പോഴും എനിക്ക് ഭയമില്ല. അപ്പം ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട്, അമ്മ ക്ഷമിക്കണം, ഞാൻ അറിവില്ലാതെ അറിവില്ല. ഞാൻ തൈലം പെട്ടെന്ന് എടുത്ത് ഇടത് പുരട്ടി. അപ്പോൾ വലത് കൈക്ക് വേദന, വലത് കൈയെ പുരട്ടി. അപ്പോൾ ഇടത് കൈക്ക് തളർച്ച വന്നു, അപ്പോൾ ഇടത് കൈയിലും പുരട്ടി. അങ്ങനെ ഇടത് കൈയും വലത് കൈയും സൗഖ്യമാക്കി. അന്ന് എന്നെ സൗഖ്യപ്പെടുത്തി. ഒരു 5-10 മിനിറ്റത്തെ ആ അസുഖം, കാരണം ദൈവം എന്നെ ബോധ്യപ്പെടുത്തി തൈലത്തിൻ്റെ പവിത്രത എന്താണ്, അതിൻ്റെ പ്രത്യേകത എന്താണ്, അതിൻ്റെ വില എന്താണെന്ന് എന്നെ അറിയിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എൻ്റെ വലത് കൈ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വലത് കൈ തളരുന്ന പോലെ കറണ്ട് അടിക്കുന്ന വേദന. അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുകയാണെന്ന് ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഉണ്ടാക്കും. അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഒരു സ്പൂണിട്ട് പോലും ഇളക്കാൻ പറ്റും. കറണ്ട് അടിക്കുന്ന പോലെ വേദന, തളർന്നു പോയി ഭാഗം. അങ്ങനെ വന്ന് സഹിക്കാൻ വയ്യ. ഹോസ്പിറ്റലിൽ പോയി. അവിടെ പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജ് ഉണ്ട്, അവിടെ പോയി ഡോക്ടർമാർ നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല. അവർ പറഞ്ഞ് ഞരമ്പിൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും മാറും. പക്ഷേ എനിക്ക് സഹിക്കാൻ വയ്യാത്ത വേദന. അത് കഴിഞ്ഞപ്പോൾ തിരുമിക്കാൻ പോയി. അപ്പോഴും അതിന് കുറവ് വന്നില്ല. അവർ പറഞ്ഞ് പതുക്കെ മാറിക്കോളൂ എന്ന് പറഞ്ഞ്. എനിക്ക് സഹിക്കാൻ വയ്യ. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ അപ്പോഴും തൈലത്തെ തൊടുന്നില്ല. അത് ഓർത്തോണം, ഞാൻ ആ തൈലത്തിന് ഞാൻ മറന്നു പോയെന്ന് പറയാം. അപ്പോഴാണ് ഓർത്ത്, ദൈവമേ ഈ തൈലം ഇരിക്കുന്നല്ലോ മാതാവേ എന്ന്. ഞാൻ ആ തൈലം പുരട്ടി എന്നും പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചു എപ്പോഴാ കയ്യിലെ വേദന പോയെന്നും അസുഖം പോയെന്നും എനിക്കറിയില്ല. കർത്താവും മാതാവും എന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ ആ അസുഖം പൂർണ്ണമായിട്ട് ഭേദമായി. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഇടത് കൈ മുട്ടിന് താഴെ മരവിക്കുന്ന അവസ്ഥ. മരവിക്കുന്നത് പറഞ്ഞാൽ ഈ ഒരു തളർന്നു പോകുന്ന പോലെ മുട്ടിന് താഴെ ഉള്ളൂ. കൈക്ക് ഭാരം കൂടും, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ബൈക്കുണ്ട്, വണ്ടി ഓടിക്കുന്നു. അപ്പം ഒരു ദിവസം ഇങ്ങനെ വന്നു, ഞാനത് അത്ര കെയർ ചെയ്തില്ല. അപ്പം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പം ഈ കൈ തളരാൻ തുടങ്ങി. അപ്പോൾ എനിക്കറിയാം ഹാൻഡിലെ പിടിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവിനെ വീട്ടിൽ വരെ എത്തിക്കണം, അത് കഴിഞ്ഞ് എന്തോലും വന്നാൽ പോട്ടെ, വണ്ടി ഓടിക്കുവാന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ വീട്ടിലെത്തിച്ചു. അപ്പോൾ അതിനും പ്രശ്നം, ഞാൻ ഹോസ്പിറ്റലിൽ പോയി, മെഡിക്കൽ കോളേജിൽ പോയി. അപ്പോൾ അവർ പലവിധ ചെക്കപ്പ് ചെയ്തു. കിഡ്നിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കി, അതിനില്ല, ഒരു കുഴപ്പമില്ല. അവർ പറഞ്ഞ് എന്താണ് ചേട്ടാ അങ്ങനെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ഡോക്ടർ പറഞ്ഞ് ചിരിക്കുന്നു. അപ്പോൾ എനിക്ക് വീണ്ടും ഈ അസുഖം ഇങ്ങനെ തുടർച്ചയായി. അങ്ങനെ വന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, തൈലം എടുത്തപ്പോൾ പ്രാർത്ഥിച്ച് പുരട്ടി. അതും ഇത് സ്ഥിരമായിട്ട് പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞ് ജോലി എടുത്ത് ജീവിക്കേണ്ടായ അമ്മ, എനിക്കാരുമില്ല, അമ്മ മാതാവ് തന്നെയുള്ളൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതകരമായിട്ട് ആ അസുഖം ഇന്നേ വരെ പിന്നെ ഒന്നും വന്നിട്ടില്ല. കാരണം ഈ വലത് കൈ മുട്ടിന് താഴെ തളരുവാന്ന് പറഞ്ഞ് നിങ്ങൾക്കറിയാം. ഇടത് കൈ വശം എന്താണ് അങ്ങനെ വരുന്നത്, പലരും പറഞ്ഞ് പല രീതിയിൽ തളർന്നു പോകും, അറ്റാക്ക് വരും, ഇതാണെന്നൊക്കെ പറഞ്ഞു. എങ്കിലും എന്നെ ദൈവം അത്ഭുതകരമായിട്ട് രക്ഷിച്ചു. അതുപോലെ ഞാൻ ജിമ്മിൽ പോകാൻ കാരണം, ഞാൻ ഒരാൾക്ക് കരൾ കൊടുക്കുമെന്ന് പറഞ്ഞ് എറണാകുളത്ത് പോയി, ലിസി ഹോസ്പിറ്റലിൽ എല്ലാ ചെക്കപ്പും നടത്തി. എനിക്ക് സന്ധിവാതം വന്ന് ഞാൻ തളർന്നു കിടന്നിടത്തു നിന്നാണ് കർത്താവിനെ അറിഞ്ഞു വന്നത്. അപ്പം ദൈവം എന്നെ അവിടെ കൊണ്ടുപോയത് ഒരു പ്രത്യേക കാരണത്തേക്ക്. ആൾക്കാരെല്ലാം എന്നെ രോഗിയാന്ന് മുദ്രകുത്തി സമൂഹത്തിൻ്റെ മുന്നിൽ എന്നെ നാണം കെടുത്തി. അത് ഒന്നിനും കൊള്ളാത്തവനാ, ഇനിയും ഒരു മരണം മാത്രമേ. എല്ലാവരോടും പറയും, നീ വീടിനടുത്ത് പോയിട്ട് എന്തെങ്കിലും ചെറിയ ജോലി ചെയ്ത് ജീവിച്ചോ എന്ന് പറയും. കുടുംബവും ഇല്ലാതായി. അങ്ങനെ വന്ന് ഒറ്റപ്പെട്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഒരാൾക്ക് അസുഖമാണെന്ന് പറഞ്ഞ് കരൾ കൊടുക്കണം, അത് പറ്റും. ഞാൻ എൻ്റെ മനസ്സിൽ വന്നു, എൻ്റെ ജീവിതം കൊണ്ട് മറ്റൊരാൾക്ക് ജീവൻ കിട്ടട്ടെ, ഈ ജീവിതം കൊണ്ട് എന്താണ്. അന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല. ലാസ്റ്റ് സമയമായി ഇവിടെ വരുന്ന ടൈമിലാണ് ഞാൻ പോയി, എറണാകുളത്ത് പോയി ചെക്കപ്പൊക്കെ ചെയ്തു. അവർ പറഞ്ഞു ഓക്കെയാണ്, ബ്ലഡ് ഗ്രൂപ്പൊക്കെ നോക്കി ഓക്കെയാണ്. അങ്ങനെ വന്ന് എല്ലാ ചെക്കപ്പും ചെയ്ത് എല്ലാ ടെസ്റ്റിലും ഞാൻ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവർ ടെസ്റ്റ് എല്ലാം റിസൾട്ട് ചെയ്തു. ഈ റിസൾട്ട് വന്നപ്പോൾ എല്ലാം പോസിറ്റീവാണ്, കുഴപ്പമൊന്നുമില്ല. കാരണം ഈ ലിവർ കൊടുക്കുന്ന ആൾക്കാരുടെ അറിയാം ഒത്തിരി ടെസ്റ്റുകളുണ്ട്, അത് മണിക്കൂറുകളോളം കിടക്കും. അല്ലെങ്കിൽ ഷോറിന് സീലുമായിട്ടാണ് ചെയ്തത്.
അവസാനം ആണ് അവർ കണ്ടുപിടിക്കുന്നത് എൻ്റെ കരളിന് ഫാറ്റുണ്ട്, ഫാറ്റി ലിവർ, ലെവൽ 1 എന്ന് പറയും. അത് മാരകമല്ല, എന്നാൽ കുഴപ്പം. ഞാൻ അങ്ങനെ മദ്യപാനമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊരു കോംപ്ലിക്കേഷനായിട്ട് വന്നിട്ടില്ല, പുകവലിയില്ല. അപ്പോൾ അവർ പറഞ്ഞു ഇത് മാറ്റാൻ വേണ്ടി ജിമ്മിൽ പോകാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ സന്ധിവാതം വന്നപ്പം ഡോക്ടർമാർ പറഞ്ഞു ജിമ്മിൽ പോകാൻ പാടില്ല, വണ്ടി ഓടിക്കാൻ പാടില്ല. ഇത് രണ്ടും കർത്താവ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു. കർത്താവിൻ്റെ പ്രവൃത്തി വലുതാണ്. ഞാൻ അപ്പം കരൾ കൊടുക്കേണ്ടി വന്നില്ല. എന്നെ ജിമ്മിൽ കൊണ്ടുപോയി. ജിമ്മിൽ പോയപ്പോഴാണ് ഈ സഹോദരൻ കൃപാസന പത്രം തരുന്നത്. ഓർത്തോണം, എൻ്റെ ശരീരത്തിൻ്റെ കൊഴുപ്പ് കുറയ്ക്കാൻ, ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ് പോയത്. അങ്ങനെ വന്നു. ജിമ്മിൽ പോയാൽ മരിച്ചു പോകുമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത് 2.5-3 മാസം അതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തു. തടി 2 മാസം കൊണ്ട് 10 കിലോ കുറച്ചു. അങ്ങനെ എന്നെ ദൈവം അത്ഭുതകരമായിട്ട് നടത്തി. എന്ത് മനുഷ്യർ എന്നിൽ കണ്ടോ, എന്നെ വേണ്ടാന്ന് പറഞ്ഞ് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞത് ദൈവം എന്നെ കൊണ്ട് ചെയ്തു. അതുപോലെ അങ്ങനെ അത്ഭുതകരമായിട്ട് എന്നെ നടത്തി ഇവിടെ എത്തിച്ചിരിക്കുന്നു. അതുപോലെ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ഞാൻ ഉടമ്പടി വെക്കാത്ത ഒരു കാര്യമാണ്, എനിക്കൊരു വണ്ടിയില്ല. അപ്പോൾ ഈ കടം കയറി വല്ലാത്ത അവസ്ഥ നിൽക്കുമ്പോഴാണ് ഒരു വാഹനത്തിന് വേണ്ടി ഇവിടെ കൃപാസനത്തിലെ സാക്ഷ്യം കേട്ടു. ഒരു സഹോദരി പറഞ്ഞു, വാഹനമില്ലാത്ത സമയത്ത് പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എന്നിട്ട് മാതാവിൻ്റെ ഒരു ലോക്കറ്റ് കീ ചെയിൻ മേടിച്ചുകൊണ്ട് പോയി. ആ മകൾക്ക് അത്ഭുതകരമായിട്ട് ഒരു വാഹനം കൊടുത്തു, അമ്മയെ അനുഗ്രഹിച്ചത്. അപ്പം ഞാൻ കഴിഞ്ഞ 2023 ജനുവരിയിലാണ് ഇത് കേൾക്കുന്നത്. ആ ജനുവരിയിൽ ഇവിടെ വന്നപ്പം ഞാനും വിചാരിച്ചൊരു ലോക്കറ്റ് ഞാനും മേടിച്ച്, കീ ചെയിൻ മേടിച്ചാൽ എന്താ. അപ്പോൾ ഒരു വാശിയല്ല നമുക്കത്. ഇപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, മനുഷ്യരോട് ചോദിക്കുന്ന പോലെ, കടം ചോദിക്കാൻ മടിക്കുന്ന പോലെ കടം ചോദിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ പറയാം, നമുക്കൊരു ലജ്ജ തോന്നത്തില്ല എന്നുപോലെ എല്ലാ മാതാവിനോട് തടുതടാന്ന് ചോദിക്കുന്നത് ശരിയല്ല. ഈശോയോടും ഞാൻ പറഞ്ഞു, മാതാവ് എനിക്ക് യോഗ്യതയുണ്ടെങ്കിൽ ഒരു വാഹനം തന്ന് അനുഗ്രഹിക്കണം, എനിക്കറിയില്ല, പറയാൻ പോലും നാണക്കേടാണ്, ദൈവത്തോടാണെന്ന് ഓർത്തോണം. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് അതിനുള്ള കഴിവ്. ഇവിടെ വന്നു ഞാൻ ലോക്കറ്റ് മേടിക്കുന്നിടത്ത്, കീ ചെയിൻ മേടിക്കുന്നിടത്ത് നിന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നു, ദൈവത്തെ പരീക്ഷിക്കേണ്ട ആവശ്യമില്ല, എൻ്റെ ഹിതമെങ്കിൽ എനിക്ക് യോഗ്യതയെങ്കിൽ ദൈവം എനിക്ക് ഒരുക്കി തരുമെന്ന്. ഞാൻ തിരിച്ചു പോയി. ആ മാസം ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ UK എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഇടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട്. അവർ പെന്തക്കോസ്തുകാരനാണ്. മാതാവിനെ വിളിക്കുന്നതൊന്നും അവർക്കറിയില്ല. ഞാനത് വെളിപ്പെടുത്തിയില്ല. അപ്പോൾ ആ മകൻ എന്നോട് പറഞ്ഞു, ബ്രദറെ എന്താ പിന്നെ ഇങ്ങനെ ഒരു വാഹനമൊക്കെ എടുക്കുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ പൈസ ഇല്ല, ബുദ്ധിമുട്ടാണെന്ന്. അങ്ങനെ പറയുമ്പോൾ ചുമ്മാ നോക്കുക ഏത് മോഡലാണ്. ഞാൻ ആക്റ്റീവ നോക്കി, മറ്റു വാഹനങ്ങളൊക്കെ നോക്കിയിട്ട് എന്നോട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, അത് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, നീ ബൈക്കൊന്നും ഓടിക്കല്ലേ, ബൈക്ക് ഓടിച്ചാൽ ഭയങ്കര അപകടമൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല. ആ ഒരു പോയിൻ്റ് എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. എന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. കർത്താവ്, ഇവരൊക്കെ വഴിയെ പോകുന്നവർ വരെ എന്നോട് പറയാൻ തുടങ്ങി, നിന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്ന്, നിൻ്റെ മകനാണ്, എന്നെ ബോധ്യപ്പെടുത്തണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കാറുണ്ട്, മാതാവിൻ്റെ ഈശോയുടെ മകനാണെന്ന് വെളിപ്പെടുത്തണം. ആ വെളിപ്പെടുത്തൽ ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. കാരണം കർത്താവിൻ്റെ ക്രൂശെടുത്ത് എൻ്റെ ക്രൂശെടുത്ത് എൻ്റെ പുറകെ നടക്കുന്നവനാണ് എൻ്റെ വിശ്വാസി, എൻ്റെ മകനെന്ന് ദൈവം വിളിക്കുന്നത്. അപ്പോൾ അത് ചെറിയ കാര്യമല്ല, നമുക്കതിന് സ്ട്രഗിളിങ് കൂടും. അങ്ങനെ പറഞ്ഞു കഴിയുമ്പം ഞാനെങ്കിലും പ്രാർത്ഥിച്ചു. എൻ്റെ ജീവിതം കൊണ്ട് ഇനിയും ഞാൻ ക്രിസ്തീയ വിശ്വാസത്തിൽ വന്ന വെറും ഒരു മുട്ടുവേദന മാറാനോ അല്ലെങ്കിൽ തലവേദന മാറുമ്പം ക്രിസ്തീയ വിശ്വാസത്തിൽ വന്നതല്ല. എൻ്റെ ദൈവം എന്നെ അത്ഭുതകരമായിട്ട് ജീവൻ തന്ന് രക്ഷിച്ചതാ. തളർന്ന് കടന്ന് മരിച്ചു പോകുമെന്ന് പറഞ്ഞു. എൻ്റെ നട്ടെല്ലിൻ്റെ കണ്ണി അകന്നതാ. ഇതൊക്കെ സാക്ഷ്യ പേപ്പറിൽ എഴുതാൻ സ്ഥലക്കുറവ് കൊണ്ട് എഴുതാഞ്ഞതാ. നട്ടെല്ലിൻ്റെ കണ്ണി അകന്ന് ഡോക്ടർമാർ പറഞ്ഞു മരിച്ചു പോകുമെന്ന്. എന്ന് പറഞ്ഞാൽ എന്നോട് ആമവാദം എന്ന് പറയും. അപ്പം എന്താ പറയുന്നത്, അതിന് കൂനിയെ നടക്കത്തുള്ളൂ, നൂരാൻ പറ്റത്തില്ല. അതല്ല, എൻ്റെ നട്ടെല്ലിൻ്റെ കണ്ണി ദൈവം ഒരു ദിവസം രാത്രി ഞാൻ ഉറങ്ങുമ്പം എൻ്റെ ഈശോയുടെ കരങ്ങൾ എനിക്ക് അര മുതൽ കഴുത്ത് വരെ ഇങ്ങനെ അമക്കി. അത് ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്യുന്നവർക്കറിയാം. കൈവച്ചിങ്ങനെ അമക്കുമ്പം എന്താണ്, ഞാൻ മരിച്ചു പോകുമെന്നും പറഞ്ഞ് കിടന്ന എൻ്റെ ദൈവം എന്നെ നട്ടെല്ലിൻ്റെ കണ്ണി നേരെയാക്കി. ആ എക്സ്റേ എടുത്ത് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. എന്നെ ആരോഗ്യത്തോടെ ഇപ്പോഴും നടത്തുന്ന ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ആ അമ്മ ഇപ്പോഴെനിക്ക് ആ വണ്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അവിടെ വന്നപ്പോൾ ആ സഹോദരൻ പിന്നെയും വിളിച്ചു, വണ്ടി നോക്കിയോ? ഞാൻ പറഞ്ഞില്ല, സാമ്പത്തികം ഇല്ല, ഇപ്പോഴേ എടുക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ ഈ പൈസ കൊണ്ട് ഞാൻ തരാം, എൻ്റെ കർത്താവ് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് എൻ്റെ പൈസ. ഞാനന്ന് കരഞ്ഞു, സന്തോഷം കൊണ്ട്. അവരുടെ മുന്നിലല്ല, കർത്താവിൻ്റെ മുന്നിൽ. എൻ്റെ 5 പൈസ ഇല്ലാതിരിക്കുമ്പോഴാണ് എന്നോട് തന്നെ വാഹനം മേടിക്കാൻ പറഞ്ഞത്. ആ മകൻ പൈസ അയച്ചു തന്നു. ഞാൻ വാഹനം മേടിച്ചു. ജനുവരി ഇവിടെ വന്ന് പറഞ്ഞ കാര്യം ഫെബ്രുവരിയിൽ ഇവിടെ വന്നു. വാഹനം മേടിച്ചിട്ട് ഇവിടെ വന്ന് സഹോദരനോട് ചോദിച്ചു, ഇവിടെ വാഹനം വെഞ്ചരിക്കും അങ്ങനെയുള്ളൂ. അപ്പോൾ എന്നോട് പറഞ്ഞു, അങ്ങനെ ഇല്ല ബ്രദറെ, ഇവിടെ അങ്ങനെ ചെയ്യത്തില്ല എന്ന്. ആ സഹോദരൻ പറഞ്ഞു, ഓക്കെ. ഞാൻ പ്രാർത്ഥിച്ചു. അമ്മയുടെ മുന്നിൽ കീ ചെയിൻ മേടിച്ചു. അമ്മ തന്ന വാഹനവും ഒരു സിൽവർ ഗ്രേ ബ്ലാക്ക് ബ്ലൂ ഉള്ള ഒരു ബജാജിൻ്റെ വണ്ടിയാണ്, 125. അങ്ങനെ ബൈക്ക് ഓടിക്കാൻ എന്നെ നാട്ടുകാരും വീട്ടുകാരും ഡോക്ടർമാരും പറഞ്ഞ് ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞിടത്താണ് ഞാൻ ഇന്നിവിടെ സാക്ഷ്യം പറയുന്നത്. ദൈവം ഒത്തിരി അത്ഭുതങ്ങളും
അഭിഷേകങ്ങളും തന്നു. അതുപോലെ എൻ്റെ മകന് അസുഖം ഉണ്ടായിരുന്നു. മകന് കിഡ്നി സ്റ്റോണും അതുപോലെ ഒരു പൈൽസിൻ്റെ അസുഖം വർഷങ്ങളായിട്ട് അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അവനെ +1 പഠിക്കുന്ന. ഞാൻ വിളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ട് പറയും. എന്നോട് പറഞ്ഞു പ്രാർത്ഥിക്കാൻ. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഈ തൈലവും ഉപ്പും കൊണ്ട് മകൻ്റെ തിരുവനന്തപുരത്താണ് അവന് ഭാര്യയുടെ കൂടെ. അപ്പം ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു, വയറ്റിൽ പുരട്ടി കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു, ഉപ്പ് കൊടുത്തിട്ട് പറഞ്ഞു വെള്ളത്തിലിട്ട് കഴിക്കണം. അങ്ങനെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. അവൻ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ ദിവസം അവൻ പറഞ്ഞു, അച്ഛാ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമോ? ഞാൻ പറഞ്ഞു ഒന്നുമില്ല, ചുമ്മാതാ. ഡോക്ടർ ഇനി ചെക്കപ്പിന് ചെല്ലുമ്പോൾ പറഞ്ഞു ഓപ്പറേഷൻ വേണമെങ്കിൽ പറയും, ഇന്ന് അത് അറിയാമെന്നും പറഞ്ഞ് തലേ ദിവസം ടെൻഷൻ അടിച്ചിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു ഒന്നും ടെൻഷൻ അടിക്കണ്ട, എൻ്റെ അമ്മ ഈശോയും നിന്നെ കാത്തു പരിപാലിക്കുക. അവൻ അത്രയും അറിയത്തില്ലെങ്കിലും ദൈവത്തെ ഞാൻ എൻ്റെ പ്രാർത്ഥന കണ്ടിട്ടുണ്ട്, പ്രാർത്ഥിക്കുവാൻ കണ്ണുനീര് വരുന്നത് കണ്ടിട്ടുണ്ട്, ഞാൻ തളർന്ന് കിടന്ന് തുറന്ന് ജീവനോടെ നടക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊച്ചാന്നേലും അവന് മനസ്സിലാവും. ഹല്ലേലൂയ, ആമേൻ. യേശുവേ നന്ദി, യേശുവേ മഹത്വം. അങ്ങനെ അവനെ ഇപ്പോഴും കുഴപ്പമൊന്നുമില്ലാതെ അത്ഭുതകരമായിട്ട് അവന് സൗഖ്യം വന്നു. ഡോക്ടർ പറഞ്ഞു ഒന്നും വേണ്ട. ഇപ്പോഴും അവൻ പ്രാർത്ഥിക്കും. ഞാൻ കൊന്ത കൊടുത്തായിരുന്നു. അവൻ പരീക്ഷയ്ക്ക് പോയി പഠിക്കാൻ ഇച്ചിരി ഡള്ളായി നിന്ന മകന് നല്ലപോലെ പഠിക്കുന്നു, കുഴപ്പമില്ലാതെ 10ാം ക്ലാസ് കഴിഞ്ഞ ദിവസം ജയിച്ചു. ഇപ്പം +1 അവിടെ അഡ്മിഷൻ കിട്ടി. അതുപോലെ അഡ്മിഷൻ കിട്ടുമ്പോഴും ബുദ്ധിമുട്ടുകളൊക്കെ വന്നു. പലരും പറഞ്ഞ് അഡ്മിഷൻ കിട്ടാൻ സാമ്പത്തികമായിട്ട് ഒത്തിരി മുടക്കണം, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടത്തില്ല, കാരണം ഭാര്യയും ഭർത്താവും രണ്ടായി. അവൻ മാനസികമായിട്ട് ഒത്തിരി തകർന്നിരിക്കുന്ന, അച്ഛനും അമ്മയും അവൻ്റെ കയ്യിലില്ല, അടുത്തില്ല. അങ്ങനെ വരുമ്പോൾ അവൻ ഒത്തിരി വിഷമിച്ചിരുന്നു. അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ നിന്നെ അറിഞ്ഞവരുടെ തലമുറ ഒരിക്കലും നശിച്ചു പോകുന്നില്ലെന്നാണ് വചനം പറയുന്നത്. ഞാൻ ഇങ്ങനെയല്ല പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ അപ്പൻ എൻ്റെ മകനെ നല്ല മാർക്ക് കൊടുത്ത് അനുഗ്രഹിച്ചു. അതുപോലെ അവനെ ബലപ്പെടുത്തി. ദൈവം അവനെ രക്ഷിക്കുന്നത് ഞാൻ കണ്ടതാണ്. അവനെ ചേർത്ത് പിടി. അങ്ങനെ മാതാവിനോട് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവന് മാനസികമായിട്ട് ഇച്ചിരി പ്രശ്നം വന്നു. ഞാൻ പറഞ്ഞ് മനസ്സും വന്ന് അവൻ്റെ അമ്മ അമ്മൂമ്മ, അതായത് എൻ്റെ മുൻ ഭാര്യയുടെ അമ്മ, അവരുമായിട്ട് ഞാൻ സംസാരിച്ച് എന്താണ് കുഴപ്പം. അപ്പം അവൻ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല. അവൻ ദേഷ്യമാണ്, എല്ലപ്പോഴും ദേഷ്യം, പഠിക്കാൻ എന്തോ മടിയാണ്, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ അവനോട് സംസാരിച്ചു. അവനെന്തോ ഒരു വിഷമം, അസ്വസ്ഥതയുണ്ട്, മാനസികമായിട്ട് തളർന്നിരിക്കുന്ന അവസ്ഥ. എന്നോട് പറഞ്ഞ് എനിക്ക് ആരുമില്ല, ഞാൻ എങ്ങോട്ടേലും ഇറങ്ങിപ്പോകും. ഞാൻ പറഞ്ഞു മക്കളെ അങ്ങനെയൊന്നും പറയില്ല, അച്ഛനെ ഇവിടെ വരണം, എനിക്ക് അവിടെ വരാൻ പറ്റാത്തതുകൊണ്ടാണ്. അങ്ങനെ പറഞ്ഞ് ഞാൻ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ഇവിടുന്ന് പോയി കഴിഞ്ഞ് ഇവിടെ അച്ഛനെ കാണാൻ വന്നായിരുന്നു, അച്ഛനെ കാണാൻ പറ്റിയില്ല. അപ്പോൾ ഈ ഒരു കാര്യമേ ഉള്ളൂ, അത് പറ്റത്തില്ലെന്ന്. അങ്ങനെ വന്ന് അവിടെ പോയി വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു. ഒരു ദിവസം രാത്രി വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ കൂടെയുള്ള, ഞാൻ ജോലി ചെയ്യുന്നിടത്താണ് താമസിക്കുന്നതും. അപ്പോൾ അവിടുത്തെ സാറ്, അതായത് പ്രായമുള്ള മനുഷ്യൻ, ആ അപ്പച്ചന് ഇതുപോലെ കേൾക്കുമല്ലോ എന്ന് ഞാൻ പറമ്പിൽ പോയി. വലിയ ഒത്തിരി പറമ്പുണ്ട്, അവിടെ പറമ്പിൽ പോയി ഇരുട്ടത്തെ രാത്രി നിന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചു, കരഞ്ഞു. ഞാൻ പറഞ്ഞു ഉടമ്പടി എടുത്തുകൊണ്ടായില്ല, ഞാൻ എങ്ങോട്ടേലും പോയേനെ എൻ്റെ മാതാവ് എന്ന് പറഞ്ഞു. എൻ്റെ തലമുറ ഇല്ലാതായിട്ട് വേണ്ട, ഒന്നീ അവൻ്റെ ജീവൻ അങ്ങ് എടുത്തോണം, അവനെ ഒരു പാഴും ഇതായിട്ട് മോശപ്പെട്ടവനായി എൻ്റെ മുന്നേ നിർത്തരുത്, എനിക്ക് സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് കർത്താവിനോട് പറഞ്ഞ് എന്നെ വിളിച്ചവൻ്റെ തലമുറയൊന്നും നശിച്ചു പോയിട്ടില്ല എന്ന്. അങ്ങനെ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ തെറ്റ് ചെയ്തു. ഒരു നെഞ്ചത്ത് അടിച്ചു. എനിക്ക് സഹിക്കാൻ വയ്യ, ആരുണ്ട് എനിക്ക് പറയാൻ? അവസാന അത്താണിയാണ് എൻ്റെ അമ്മ ഈശോയി, അല്ലാതെ എനിക്ക് ആരുമില്ല, ഒരു മനുഷ്യകരമില്ല. എല്ലാവരും എന്നോട് വെറുത്തിരിക്കുന്ന ഇപ്പോഴും അങ്ങനെയാണ്. കുറച്ച് പേര് സംസാരിക്കും, അതായത് ഈ എന്താ പറയുന്നത്, അവർ ഈ ഗോവിന്ദചാമിയൊക്കെ ഇതിനെക്കാട്ടി ബഹുമാനിക്കുന്ന നാടാണ്, എങ്കിലും എന്നെ അതിലും മോശമായിട്ട്. അപ്പോൾ ആലോചിച്ച് നോക്കണം എന്തുമാത്രം എന്നോട്. എന്താണ് കാരണം? എൻ്റെ കർത്താവിനെ, സത്യദൈവത്തെ ആരാധിക്കുന്നവർക്ക് കിട്ടുന്ന ഒരു ഇതാണ്. അതൊന്നും വിഷയമല്ല. കർത്താവ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് മനുഷ്യരുടെ കരമല്ല, ഈശോയുടെ കരം എപ്പോഴും ഉണ്ട്. അത് ഈ ഭൗതികമായി കിട്ടിയതുകൊണ്ട് മാത്രമല്ല. ഇത്രയും വർഷം 2017 മുതൽ ഇന്നിവിടെ നിൽക്കുന്ന നിമിഷം വരെയും ദൈവം എൻ്റെ കൂടെ ഒപ്പമുണ്ട്. എന്നാലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഈ സമൂഹത്തെ എങ്ങനെയാണ് ജീവിക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. പ്രതികൂലം വന്നാൽ എന്ത് ചെയ്യും? ഒന്നീ ആ മദ്യപാനിയാവും, ഇല്ലേ ആത്മഹത്യ ചെയ്യും. ഇതല്ലേ ഞാൻ പലവട്ടം അതിന് നോക്കിയിട്ടുണ്ട്. എന്നാലും ദൈവനാമം ദൂഷിക്കപ്പെടുമെന്ന് പറഞ്ഞ് എന്നെ പുറമോട്ട് മാറി. എൻ്റെ ദൈവം എനിക്ക് ആയുസ്സും ആരോഗ്യം തന്നെടുത്തു. ഇപ്പം മനസ്സ് ഭാരമില്ല, കാരണം ശത്രുക്കളോട് പോലും ക്ഷമിക്കാൻ എനിക്ക് കഴിഞ്ഞു. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നെ വെറുത്തവരും എന്നെ നിന്ദിച്ചവരും. അത് ചെറിയ കാര്യമല്ല, അതെൻ്റെ കഴിവല്ല. ഞാനിങ്ങനെ അച്ഛൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ അച്ഛൻ പറയും പ്രാർത്ഥിക്കണം, ക്ഷമിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം, ശത്രുക്കൾക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കണമെന്ന് പറയും. ഞാനത് ചെയ്യാറുണ്ട്. പ്രാർത്ഥിച്ചു, മനസ്സിൻ്റെ ഭാരം കുറഞ്ഞു. എൻ്റെ മകന് ഇങ്ങനെ വന്ന് വിഷമിച്ചപ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചപ്പോൾ അന്നൊരു ദർശനം കണ്ടു. എൻ്റെ മാതാവ് നടന്നു വന്ന് എൻ്റെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് നെഞ്ചോട് ചേർത്ത് തിരിച്ചു നടക്കുന്നത് കണ്ടു. എന്നെ ഇങ്ങനെ ഒന്ന് നോക്കി. അന്ന് മുതൽ ഇന്ന് വരെയും എനിക്ക് മനസ്സിന് സമാധാനമുണ്ട്. എൻ്റെ മാതാവ് ഒപ്പമുണ്ട്. മകന് നല്ല പരിപൂർണമായിട്ടും നല്ല മൈൻഡോട് ജീവിക്കുന്നു, ആശ്വാസമുണ്ട്, പഠിക്കാനും മിടുക്കനാണ്. അങ്ങനെ ഒത്തിരി കൃപകൾ തന്നെ എന്നെ അനുഗ്രഹിച്ചു. ഇപ്പോൾ സമയക്കുറവ് കൊണ്ട് ഞാൻ കൂടുതൽ പറയുന്ന അടുത്ത സാക്ഷ്യത്തെ കൂടുതൽ പറയാം. ദൈവമാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ത്രേക ദൈവത്തിനും ദൈവമാതാവിനും സ്തുതിയും സ്തോത്രവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ശ്രീകുമാർ എന്ന ഈ സഹോദരൻ തൻ്റെ ജീവിതത്തിൽ
അമ്മ മാതാവ് ലഭിച്ച അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഏറെ ക്ലേശത്തിലൂടെ വിശ്വാസത്തിൻ്റെ പേരിൽ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അനുഭവിക്കേണ്ടി വന്നുവെങ്കിലും അമ്മയിൽ കൂടുതൽ ശരണപ്പെടുകയും അത് രോഗസൗഖ്യമായും വിശ്വാസത്തിൽ ആഴപ്പെടുവാനുള്ള അവസരങ്ങളായും ജീവിതത്തെ മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയയിൽ പങ്കുചേർന്നുകൊണ്ട് അമ്മ മാതാവിൻ്റെ ഉടമ്പടിയുടെ നല്ല സാക്ഷിയായും ജീവിക്കുവാൻ ഈ മകനെ അനുഗ്രഹിച്ചതും അനുവദിച്ചതുമാണ് നമ്മളോട് പങ്കുവയ്ക്കുക. ഈ മകന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും ദൈവപിതാവിനും നന്ദി അർപ്പിച്ചുകൊണ്ട് കരഘോഷത്തോടെ നമുക്ക് ഈ സാക്ഷ്യം സമർപ്പിക്കാം.